ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 21 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇതിക്ക് മുന്നേ ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് നോക്കിയാൽ മതി. അതിന്റെ ലിങ്ക് അതിൻ്റെ അകത്ത് പിൻ ചെയ്തേക്കാം. ഉറപ്പായിട്ടും 100% ഗ്യാരണ്ടി ആണ്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളാകാം ഇനിയുള്ള LDCക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. 51ാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണ്? താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം ഏതാണ് മക്കളെ? ബ്രോമിൻ ആണ്. ഓപ്ഷൻ സി ബ്രോമിൻ ആണ്. പീരിയോഡിക് ടേബിളിലെ 17ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ് ഏതെന്ന് പറയുന്നത്? ബ്രോമിൻ എന്ന് പറയുന്നത്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെ നമ്മൾ ഹാലോജനുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗ്യാസോലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹാലോജൻ ആണ് എന്ത്? ബ്രോമിൻ എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫി ഫിലിംസിലും അഗ്നിശമനികളിലും ഉപയോഗിക്കുന്ന ഹാലോജൻ ആണ് ഈ പറയുന്ന ബ്രോമിൻ എന്ന് പറയുന്നത്. ന്യൂമോണിയ, അൾഷിമേഴ്സ് എന്നീ രോഗങ്ങളുടെ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഹാലോജൻ ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? ബ്രോമിൻ എന്ന് പറയുന്നത് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകാം. അയോഡിൻ എന്താണ്? ആന്റിസെപ്റ്റിക് ആയി ഉപയോഗിക്കുന്ന ഹാലോജൻ ഏതാന്ന് ചോദിച്ചാൽ അതാണ് അയോഡിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം. അതേപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ തൈറോക്സിൻ എന്ന ഹോർമോണിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാ? അയോഡിൻ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് മെർക്കുറിയെ കുറിച്ചുള്ള. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് മെർക്കുറി എന്ന് പറയുന്ന ലോഹം. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് മെർക്കുറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൃത്രിമ മഴ പെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സിൽവർ അയോഡൈഡ്. ചോദിക്കാറുള്ളതാണ്. അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന അയഡിൻ സംയുക്തം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏതാണ്? സിൽവർ അയോഡൈഡ് എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷനിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് ഈ വീഡിയോ കാണുക. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് കൊടിയേറ്റം എന്ന് പറയുന്നത്. ചലച്ചിത്രങ്ങളിൽ നിന്നും, അതായത് സിനിമ, ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് അടൂർ ഗോപാലകൃഷ്ണൻ, ജയരാജ്, G അരവിന്ദൻ, ഷാജി N കരുൺ എന്നീ സംവിധായകരുടെ ചിത്രങ്ങളാണ് എപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSCക്ക് ഇഷ്ടമെന്ന് പറയുന്നത്. കൊടിയേറ്റമാണെങ്കിൽ എന്താണ്? 1978 ചിത്രം പുറത്തിറങ്ങിയത്. കൊടിയേറ്റം സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. പ്രധാനപ്പെട്ട കഥാപാത്രം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ശങ്കരൻകുട്ടി, അതേപോലെ ശാന്തമ്മ, കമലമ്മ, വറീദ് എന്നിവരാണ് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി കാഞ്ചന സീതയും അതേപോലെ തന്നെ തമ്പും ആരുടെ സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് G അരവിന്ദന്റെ സിനിമയാണ്. 1977 കാഞ്ചനസീന പുറത്തിറങ്ങിയത്. രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, വാൽമീകി എന്നിവരൊക്കെയാണ് അതിൻ്റെ കഥാപാത്രം. തമ്പാണെങ്കിൽ 1978 പുറത്തിറങ്ങിയത്. G അരവിന്ദന്റെ തന്നെ ചിത്രമാണ്. സ്വയംവരമാണെങ്കിൽ നമുക്കറിയാം അടൂർ ഗോപാലകൃഷ്ണന്റെ ആണ്. 1972 ജാനകി, കല്യാണി, വിശ്വം, തൊമ്മച്ചൻ, സീത, വാസു എന്നിവരാണ് സ്വയംവരം എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരം, കഥാപുരുഷൻ, മതിലുകള്, 4 പെണ്ണുങ്ങള്, മുഖാമുഖം, അനന്തരൻ, എലിപ്പത്തായം, വിധേയൻ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. ജയരാജിന്റെ സിനിമയാണെങ്കിൽ കരുണം, ശാന്തം, കളിയാട്ടം, ദേശാടനം. G അരവിന്ദന്റെ ആണെങ്കിൽ ഏതൊക്കെയാണ്? നമ്മൾ ഈ പറഞ്ഞ തമ്പ്, അതേപോലെ തന്നെ എന്താണ് കാഞ്ചന സീത, എസ്തപ്പൻ, ചിദംബരം, ഒരിടത്ത്, കുമ്മാട്ടി, മാറാട്ടം, ഇതൊക്കെ ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. ഷാജി N കരുണന്റെ പിറവി, വാനപ്രസ്ഥം, സോപാനം, കുട്ടിസ്രാങ്ക്, അതേപോലെ തന്നെ സ്വാഹം എന്നുള്ളതും നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 53ാമത്തെ ചോദ്യമാണ്, ഭാരത പര്യടനം എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്. ഭാരത പര്യടനം എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? നമ്മുടെ 4ാമത്തെ ഓപ്ഷൻ D ആണ്. സാഹിത്യ വിമർശനമാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഒരു സാഹിത്യകൃതി വിശകലനം ചെയ്ത് അതിൻ്റെ ആന്തരികവും അതേപോലെ തന്നെ എന്താണ് ബാഹ്യവുമായ സവിശേഷതകൾ വിലയിരുത്തി മൂല്യനിർണയം ചെയ്യുന്ന ക്രിയാത്മകവും ബുദ്ധിപരവുമായ പ്രവർത്തനത്തെയാണ് നമ്മൾ നിരൂപണം എന്ന് വിളിക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയായ വിദ്യാ വിനോദിനിയും അതേപോലെ തന്നെ
പത്രാധിപരായിരുന്ന CP അച്യുതമേനോനുമാണ് മലയാള നിരൂപണ പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയത്. അപ്പോൾ മലയാളത്തിലെ ആദ്യ സാഹിത്യ മാസികയായ വിദ്യാ വിനോദിനിയും അതിൻ്റെ പത്രാധിപരായിരുന്ന CP അച്യുതമേനോനുമാണ് മലയാള നിരൂപണ പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയത്. AR രാജരാജവർമ്മയുടെ നിരൂപണ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കാന്താര താരകം എന്ന് പറയുന്നത്, അതേപോലെ തന്നെ എന്താണ് കേരള പാണിനി, അതേപോലെ വൃത്തമഞ്ജരി, ഭാഷാഭൂഷണം, സാഹിത്യ സാഹ്യം, ഇതൊക്കെയാണ്. ഓക്കെ, ഇനി എന്താണ് നമുക്കറിയാം ഈ പറയുന്ന ആത്മകഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ എഴുതുന്നതാണ് ആത്മകഥ എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ എഴുതുന്നത് ആത്മകഥ എന്ന് പറയുന്നത്. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നതാണ് തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴയുടെ ആത്മകഥ, ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്, കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാട്, സർവീസ് സ്റ്റോറി മലയാറ്റൂർ, കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി, എതിർപ്പ് P കേശവദേത്, കഴിഞ്ഞ കാലം KP കേശവമേനോൻ, കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി, എൻ്റെ വഴിത്തിരിവുകൾ എന്നറിയപ്പെടുന്നത് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? പൊൻകുന്നം വർക്കിയുടെയാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം മലയാളം പഠിച്ചു കഴിഞ്ഞപ്പോൾ മലയാളത്തിൻ്റെ അകത്ത് നമ്മൾ ഇതൊക്കെ പഠിച്ചു പോയതാണ്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ എല്ലാം ഇമേജ് ഫയൽ നിലവിൽ അവൈലബിൾ ആണ്. വേണമെങ്കിൽ ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യാത്രാ വിവരണം എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണം പാറമേക്കൽ തോമ കത്തനാർ എഴുതിയ വർത്തമാന പുസ്തകം അഥവാ റോമ യാത്ര എന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്ന് പറയുന്നത്. ഇടയ്ക്കൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. ചരിത്രമാണെങ്കിൽ മലയാളത്തിലെ ആദ്യ ചരിത്ര നോവൽ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ളയുടെ മറ്റ് പ്രധാന നോവലുകളും PSCക്ക് ഇഷ്ടപ്പെട്ടതാണ്. ധർമ്മരാജ, രാമരാജ ബഹദൂർ, പ്രേമാമൃതം, ഇതൊക്കെ എപ്പോഴും PSC ചോദിക്കാറുണ്ട്. വേണമെങ്കിൽ ഒന്ന് നോക്കി വച്ചോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പ്രസിദ്ധമായ മാരമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താ? പ്രസിദ്ധമായ മാരമൺ കൺവെൻഷൻ എന്ന് പറയുന്നത് പമ്പ നദിയുടെ തീരത്ത് നടക്കുന്ന കൺവെൻഷൻ ആണ് എന്തെന്ന് പറയുന്നത് മാരമൺ കൺവെൻഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം മാരമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താ? പമ്പ നദിയുടെ തീരത്താണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് മാരമൺ കൺവെൻഷൻ എന്ന് പറയുന്നത്. മാരമൺ കൺവെൻഷൻ ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1895 മാരമൺ കൺവെൻഷൻ ആരംഭിച്ചത്. മാരമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരമാണ് പമ്പ നദി. മാരമൺ കൺവെൻഷൻ സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് പാലേക്കുന്നത്ത് എബ്രഹാം മാൽപ്പൻ എന്ന് പറയുന്നത്. മാരമൺ കൺവെൻഷന് നേതൃത്വം കൊടുത്ത സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ മാർത്തോമ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ ആണ്. എല്ലാ വർഷവും മാരമൺ കൺവെൻഷൻ നടക്കുന്ന മാസമാണ് ഫെബ്രുവരി. പമ്പാ നദിയുടെ തീരത്ത് വെച്ച് ഏകദേശം 8 ദിവസമാണ് ഈ പറയുന്ന മാരമൺ കൺവെൻഷനായിട്ട് എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത്. എത്ര ദിവസമാണ്? 8 ദിവസമാണ്. പമ്പയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ നദികൾ എന്ന് പറയുന്ന ജോഗ്രഫിയുടെ സബ്ജക്റ്റിന്റെ അകത്ത് നമ്മൾ പറഞ്ഞു പോയതാണ്. പമ്പയുടെ ആകെ നീളം എത്രയാ? 176 കിലോമീറ്റർ. പമ്പയുടെ ഉത്ഭവ സ്ഥാനം എവിടെ നിന്നായിരുന്നു? പുളിച്ചിമലയിൽ നിന്നാണ്. പീരുമേട് പീഠഭൂമി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് ഏത്? പമ്പ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്ത നദി എന്ന് പറയുന്നത് ഏതാണ്? അച്ചൻകോവിലാർ. പമ്പയുടെ പ്രധാന പോഷക നദിയാണ് അച്ചൻകോവിലാർ. അച്ചൻകോവിലാർ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലമാണ് വിയ്യാപുരം എന്ന് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഏത്? അച്ചൻകോവിലാർ. പിന്നെ ഉള്ളത് വാമനപുരം പുഴയാണ്. വാമനപുരം പുഴ ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് വാമനപുരം പുഴ. ആറ്റിങ്ങൽ പുഴ എന്നറിയപ്പെടുന്ന പുഴ ഏതാണെന്ന് ചോദിച്ചാൽ അതും വാമനപുരം പുഴയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ പെരിയാറാണ്. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. ഉത്ഭവം ശിവഗിരിമല, തമിഴ്നാട്. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കി, എറണാകുളം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? പെരിയാർ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി അതും പെരിയാറാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പെരിയാറാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി, കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? നമ്മുടെ പെരിയാർ നദി തന്നെയാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളതും എവിടെ തന്നെയാണ്? ഈ പറയുന്ന പെരിയാർ നദിയിലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പെരിയാറുമായി ബന്ധപ്പെട്ട് ഓർത്തു വെച്ചോ. 1 മാർക്ക് ഷുവർ ഷോട്ടാണ്. ഇനി നമുക്ക് ഗ്രാൻഡ് സ്ലാം എന്ന പദം, PSCക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പദങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്? ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്?
ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാക്കി കളികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാഡ്മിന്റൺ PSCക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ ചെസ്സിൽ നിന്ന് ചോദിക്കാറുണ്ട്, ഫുട്ബോള്, ക്രിക്കറ്റ്, അതേപോലെ തന്നെ ഷൂട്ടിങ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പദങ്ങളും ഒന്ന് ഓടിച്ചു പഠിച്ചു വെച്ചോ, അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പദങ്ങൾ നോക്കാം. സർവീസ് എന്ന് പറയുന്നത് ബാഡ്മിന്റൺ ആണ്. സ്മാഷ്, ലവ്, അതേപോലെ ലെറ്റ്, റാലി, ഷട്ടിൽ കോക്ക്, ബേർഡ്, ബേർഡി, കില്ല്, കാരി, റാക്കറ്റ്, വുഡ് ഷോട്ട്. ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ട? ബാഡ്മിന്റനുമായി ബന്ധപ്പെട്ടാണ്. ഇനി ചെസ്സുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഗ്രാൻഡ് മാസ്റ്റർ, അതേപോലെ തന്നെ ചെക്ക്മേറ്റ്, സ്റ്റെയിൽമേറ്റ്, കിങ്, ക്യൂന്, റൂക്ക്, ബിഷപ്പ്, ക്യാപ്ചർ, കാസ്റ്റലിംഗ്, ടച്ച് മൂവ്, ഡെസ്പെറാഡോ, പോൺ, ക്ലാസ്റ്റിൽ, ഗാംബിറ്റ്. ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ട? ചെസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഹോക്കിയുമായി ബന്ധപ്പെട്ടാണ് പെനാൽറ്റി കോർണർ, സെന്റർ ഫോർവേഡ്, അതേപോലെ ടൈ ബ്രേക്കർ, ക്യാരി സ്കൂപ്പ്, അണ്ടർ കട്ടിങ്, പെനാൽറ്റി, സ്ട്രോക്ക്, ജിങ്ക്, ബുള്ളി. ഇതൊക്കെ ഏതാ? ഹോക്കിയുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് കിക്ക്, ഹെഡ് പാസ്, പെനാൽറ്റി, ഷൂട്ട് ഔട്ട്, ട്രബിൾ, അതേപോലെ തന്നെ എന്താണ് ഫ്രീ കിക്ക്, ഗോളി, ഹാൻഡ്ബോള്, ജഗ്ഗിൾ, റെഡ് കാർഡ്, യെല്ലോ കാർഡ്. ഇതൊക്കെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ. ഇനി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടാണ് യോക്കർ, അതേപോലെ തന്നെ ഹിറ്റ്, വിക്കറ്റ്, ബീമർ, ചൈനാമാൻ, ഗൂഗ്ലി, ഡക്ക്, അതേപോലെ LBW, ഡോളി, ബാറ്റർ, ബൗൺസർ, ബൈ, ഫ്ലിപ്പർ, ഗ്രിഫ്റ്റർ, തേർഡ് മാൻ, നോബോള്, മെയ്ഡിൻ, എക്സ്ട്രാ, കവർ, ഗ്രീസ്, ഗള്ളി, നൈറ്റ് വാച്ച്മാൻ. ഇവയൊക്കെ ഏതുമായി ബന്ധപ്പെട്ട? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അതായത് എന്താണ് ഈ പറയുന്ന സ്പോർട്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കളികളും അവയുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങളും നമ്മൾ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്തു പോകാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സരസ്വതി സമ്മാനം 2023 ലഭിച്ചത് ആർക്കാണ്? അത് പ്രഭാവർമ്മയ്ക്കാണ് ലഭിച്ചത്. പ്രഭാവർമ്മ. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിലെ 22 ഭാഷകളിൽ ഏതെങ്കിലും ഒന്നിലെ മികച്ച ഗദ്യ കവിത രചനകൾക്കുള്ള വാർഷിക സാഹിത്യ അവാർഡാണ് സരസ്വതി സമ്മാനം എന്ന് പറയുന്നത്. സരസ്വതി സമ്മാനം ഏർപ്പെടുത്തിയത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1991 2023 സരസ്വതി സമ്മാനം നേടിയത് പ്രഭാവർമ്മയാണ്. പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ഏതാണ് കൃതിക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ രൗദ്ര സ്വാത്വികം എന്ന് പറയുന്ന കൃതിയാണ്. അപ്പോൾ രൗദ്ര സ്വാത്വികം എന്ന് പറയുന്ന കൃതി താഴെ പറയുന്നവയിൽ ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആരാണ്? പ്രഭാവർമ്മയാണ്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ 2023 സരസ്വതി സമ്മാനം ലഭിച്ച കൃതിയാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത് 47ാമത്തെ വയലാർ അവാർഡ് കിട്ടിയതാണ്. ആർക്ക്? ശ്രീകുമാരൻ തമ്പിക്ക്. 2022 സരസ്വതി സമ്മാനം നേടിയതാണ് ശിവശങ്കരി എന്ന് പറയുന്നത്. ശിവശങ്കരി തമിഴ് സാഹിത്യകാരിയാണ്. 2019 പ്രസിദ്ധീകരിച്ച അവരുടെ ഓർമ്മക്കുറിപ്പായിട്ടുള്ള സൂര്യവംശം തമിഴ് എന്ന കൃതിക്കാണ് എന്ത് ചെയ്ത് ലഭിച്ചത് ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കെ ശിവറെഡ്ഡി എന്ന് പറയുന്നത് 2018 കിട്ടിയതാണ് സരസ്വതി സമ്മാനം. 2018 അദ്ദേഹത്തിന്റെ കൃതി എന്ന് പറയുന്നത് പക്കാക്കി ഒട്ടിഗിലൈറ്റ് എന്ന് പറയുന്ന തെലുങ്ക് കൃതിക്കാണ് കെ ശിവറെഡ്ഡിക്ക് സരസ്വതി സമ്മാനം ലഭിച്ചത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വച്ചേക്കുക. കാരണം എപ്പോഴും ചോദിക്കാറുണ്ട് PSCക്ക് ഈ പറയുന്ന സരസ്വതി സമ്മാനം, എഴുത്തച്ഛൻ, വയലാർ അവാർഡ് അത് കിട്ടിയ കൃതി ഏതാന്ന്, ഏത് വർഷമാണ്, അതേപോലെ തന്നെ എത്രാമത്തെ അവാർഡാണ്, എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 57ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഏതാണ് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ? ഓപ്ഷൻ ബി ആണ്, ഹിമപ്പുലിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദി എന്ന് പറയുന്നത് 2 വേദിയാണുള്ളത്. ഒന്ന് ലേയും അതേപോലെ തന്നെ ഗുൽമാർഗും. ലേ സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലും ഗുൽമാർഗ് ആണെങ്കിൽ ഏതാണ്? ജമ്മു കാശ്മീരുമാണ്. ഭാഗ്യചിഹ്നം എന്നറിയപ്പെടുന്നത് ഹിമപ്പുലിയാണ്. 2 ഭാഗമായിട്ടാണ് നിലവിൽ ആ മത്സരം നടന്നത്. ഫെബ്രുവരി 2 മുതൽ 6 വരെ ലേയിലും അതേപോലെ തന്നെ ഫെബ്രുവരി 21 മുതൽ 15 വരെ ഗുൽമാർഗിലുമായിരുന്നു നിലവിൽ എന്ത് നടന്നത്? ഈ പറയുന്ന ആ ഒരു
മത്സരം ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 4ാമത്തെയാണ് ആഘോഷിച്ചത് അല്ലെങ്കിൽ നടന്നത്. ജേതാക്കള് ഇന്ത്യൻ ആർമി ടീമാണ്. ഏകദേശം 21ഓളം മെഡലുകളാണ് ഇന്ത്യൻ ആർമിക്ക് അതിൻ്റെ അകത്ത് കിട്ടിയത്. 10 സ്വർണവും 5 വെള്ളി 6 വെങ്കലോ ആയിരുന്നു കിട്ടിയത്. 2ാം സ്ഥാനമാണെങ്കിൽ കർണാടകയ്ക്കാണ് കിട്ടിയത്. 9 സ്വർണം 2 വെള്ളി, അതേപോലെ തന്നെ എന്താണ് ആ ഒരു സമ്മാനവുമായിട്ട് 2ാം സ്ഥാനത്ത് നിന്നത് കർണാടകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓർത്തു വെച്ചോ. ഹിമപ്പുലി 4ാമത്തെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വേദി ലേയും ഗുൽമാർഗുമാണ്. ഭാഗ്യചിഹ്നം ഏതാണ്? ഹിമപ്പുലിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ഒരു വരികള് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി തവണ PSC ചോദിച്ചതുമാണ്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കുമാരനാശാനാണ്. എന്താണ് ഈ ഒരു കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ കൃതി? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഈ വരിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല, എല്ലാവരും ഉത്തരത്തിലേക്ക് നിരവധി തന്നെ എത്തിയുണ്ടാവും. കുമാരനാശാന്റെ വരികളാണിത്. ഓക്കെ, കുമാരനാശാൻ 1873 ഏപ്രിൽ 12 കായിക്കരയിലെ ചിറയൻകീഴ് താലൂക്കിൽ തിരുവനന്തപുരം ജില്ലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനുമായിരുന്ന നവോത്ഥാന നായകൻ. ആധുനിക കവിത്രയത്തിൽ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ഒരാളായിരുന്നു നവോത്ഥാന നായകൻ. മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി എന്ന പദവിയിലേക്ക് വന്ന മലയാളി കവി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത് കുമാരനാശാൻ. ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാള കവിയാണ് ആരെന്ന് പറയുന്നത് കുമാരനാശാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കവിവാക്യങ്ങൾ നമുക്ക് എന്നും PSCക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ 1, 2, 3 നമുക്കൊന്ന് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏതാണ്? മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുമീ കളി നിങ്ങളെ താൻ. ഓക്കെ, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതു കളി നിങ്ങളെ താൻ എന്ന് പറഞ്ഞത് ദുരവസ്ഥയില് കുമാരനാശാനാണ്. അതേപോലെ തന്നെ എന്താണ്? പ്രാവേ പ്രാവേ പോകരുതേ എന്ന് പറയുന്നത് ആരുടെ വരികളാ? ഉള്ളൂരിന്റെയാണ്. കാക്കേ കാക്കേ കൂടെ എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? ഉള്ളൂർ തന്നെയാണ്. അതേപോലെ ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്നു കേട്ടാലോ തിളങ്ങണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പറഞ്ഞത് ആരാ ചോദിച്ചാൽ കേരളീയം എന്ന് പറയുന്ന കൃതിയിൽ വള്ളത്തോളാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. കവിവാക്യങ്ങൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒത്തിരി ഏകദേശം ഒരു 19ഓളം കവിവാക്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തേക്കണെയാണ്? സെറ്റ് ചെയ്ത് പോന്നേക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഫയൽസിന്റെ അകത്ത് ഇമേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് പോയി വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ, ഇമ്പോർട്ടന്റ് ആണ്. 59ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 59ാമത്തെ ചോദ്യം ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ്. ആപ്പിൾ നമുക്കറിയാം, ആപ്പിൾ കമ്പനിയും അതേപോലെ തന്നെ ആപ്പിൾ കമ്പനിയുടെ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആപ്പിൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താണ്? ഏതാണ്? മാക് OS X ആണ് എന്തിന്റെ? ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്ന് പറയുന്നത്. ഉപയോക്താവിനെയും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും ബന്ധിപ്പിക്കാനായുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OS എന്നൊക്കെ പറയുന്നത്. കാരണം കമ്പ്യൂട്ടറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും എന്ത് OS എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. OS ഏതാണ്, OS ഏത് വേർഷനാണ്, അപ്ഡേറ്റ് ചെയ്ത OS എന്നൊക്കെ. ഓക്കെ, കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ഉപയോഗ്യമാക്കുക എന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ OSന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം ലോഡ് ചെയ്യപ്പെടുന്ന പ്രോഗ്രാമുകളാണ് OS എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടറുകൾ ഹാർഡ്വെയറുമായി നേരിട്ടോ അതേപോലെ തന്നെ ഡ്രൈവറുകളുടെ സഹായത്തോടെ സംവേദിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗത്തെ നമ്മൾ അറിയപ്പെടുന്നതാണ് കേർണൽ എന്ന ഭാഗം. കേർണൽ. ഓക്കെ, അപ്പോൾ കേർണൽ എന്ന് പറയുന്നതാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് വിൻഡോസ് എന്ന് പറയുന്നത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ അത് മൈക്രോസോഫ്റ്റ് ആണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. വിൻഡോസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡീഫോൾട്ട് ബ്രൗസർ ഏതാന്ന് ചോദിച്ചാൽ അത് എഡ്ജ് ആണ്. ഈ ലേറ്റസ്റ്റ് നമ്മുടെ PSC എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോ. വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പമുള്ള ഡീഫോൾട്ട് ബ്രൗസറിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മാക് OS X എന്ന് പറയുന്നത് ആരുടെയാണ്? ആപ്പിളിന്റെ ആണ്. അതേപോലെ എന്താണ് ഈ പറയുന്ന ഉബണ്ടു, യുണിക്സ്, BSD ഇതൊക്കെ എന്താണ്? OSകളാണ്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം
ആണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് 60ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണ്? സെർച്ച് എഞ്ചിൻ നമുക്കറിയാം, ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന സെർച്ച് എഞ്ചിൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സെർച്ച് എഞ്ചിൻ ഏതാന്ന് താഴെ പറയുന്നവയിൽ നമുക്ക് നോക്കാം. ഏതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്? അതാണ് ഏതെന്ന് പറയുന്നത്, സഫാരി എന്ന് പറയുന്നത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് എന്തായിട്ടുള്ളൂ, സെർച്ച് എഞ്ചിൻ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? അതായത് വെബ് ബ്രൗസറുകളും സെർച്ച് എഞ്ചിനുകളും രണ്ടും രണ്ടാണ്. ഏറ്റവും വേഗതയേറിയ വെബ് ബ്രൗസറാണ് സഫാരി എന്ന് പറയുന്നത്. അതായത് സഫാരി വികസിപ്പിച്ചെടുത്ത കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആപ്പിളിന്റെ ആണ് സഫാരി എന്ന് പറയുന്നത്. ഒരു വെബ് പേജിൽ നിന്നും എന്താണ് വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയറുകളാണ് ബ്രൗസർ എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യ വെബ് ബ്രൗസറാണ് മൊസൈക്ക് എന്ന് പറയുന്നത്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ വെബ് ബ്രൗസറാണ് എപ്പിക് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത പുതിയ വെബ് ബ്രൗസറാണ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു എഡ്ജ് എന്ന് പറയുന്നത്. സാധാരണയായി ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറുകളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗൂഗിൾ ക്രോം നമുക്ക് എപ്പോഴും കാണുന്നതാണ്, അതേപോലെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, അതേപോലെ മോസില്ല ഫയർഫോക്സ്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. സെർച്ച് എഞ്ചിനുകളാണെങ്കിൽ എന്താണ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായി എന്താണ് വേൾഡ് വൈഡ് വെബിൽ ലഭ്യമായ വിവരങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി സഹായിക്കുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേകതരം പ്രോഗ്രാമുകളാണ് എന്തെന്ന് പറയുന്നത്, ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനുകൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എന്താണ് ഗൂഗിള്, അതേപോലെ തന്നെ യാഹു, ആൾട്ടാ വിസ്റ്റ, ബിങ്, അതേപോലെ തന്നെ ബൈദു, ആസ്ക്, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ എന്താണ് PSCനെ കുറിച്ചാണെങ്കിൽ കേരള PSCനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്താണ് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മുടെ സൈറ്റിലേക്ക് പോയി അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലോഗിൻ ID യും പാസ്വേഡൊക്കെ വെച്ച് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സൈറ്റിൽ കയറി നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ എന്തെങ്കിലും ഒരു വിവരത്തെ കുറിച്ച് അറിയണം, ഇപ്പൊ നോബൽ പ്രൈസ് 2024 നമ്മൾ എന്ത് ചെയ്യും, ഒരു ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിൽ കയറിയിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതായിട്ട് കമ്പ്യൂട്ടർ നമുക്ക് എന്ത് ചെയ്യും, ഈ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് വേണ്ട വിവരങ്ങൾ സെർച്ച് ചെയ്യുന്നതിനായിട്ട് www.ൽ കയറി നമ്മൾ കൊടുക്കുന്ന ആ ഒരു നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് എവിടെ കയറിയാണ് നമ്മൾ ചെയ്യുന്നത്, സെർച്ച് എഞ്ചിനുകൾ കയറിയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സെർച്ച് എഞ്ചിനാണ് എന്തെന്ന് പറയുന്നത്, ഗൂഗിൾ ആയിക്കോട്ടെ, യാഹു, ആൾട്ടാ വിസ്റ്റ, ബൈഡു, ആസ്ക്, ഇതൊക്കെ. ഓക്കെ, നമുക്ക് 61ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് പ്രോം എന്റെ പൂർണ്ണ രൂപം എന്ത്? പ്രോമിന്റെ പൂർണ്ണ രൂപം എന്നാണെന്നുള്ളത്. ഓക്കെ, എന്താണ് പ്രോമിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നതാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. പ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യപ്പെടുന്ന മെമ്മറിയാണ് പ്രോം എന്ന് പറയുന്നത്. റോമിന്റെ പരിഷ്കരിച്ച രൂപമാണ് ഈ പറയുന്ന പ്രോം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കേൾക്കാറുണ്ട് എപ്പോഴും എന്ത്, റോം, അതേപോലെ തന്നെ റാം എന്ന്. ഓക്കെ, അതിൻ്റെ അകത്ത് റോം എന്ന് പറയുന്നതിന്റെ പരിഷ്കരിച്ച രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രോം എന്ന് വിളിക്കുന്നത്. മെമ്മറിയെ നമുക്ക് എപ്പോഴും രണ്ടായിട്ട് തരംതിരിക്കാം, പ്രാഥമിക മെമ്മറി എന്നും ദ്വിതീയ മെമ്മറി എന്നും. പ്രാഥമിക മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി സ്റ്റോറേജ്, അതായത് പ്രാഥമിക മെമ്മറി. സെക്കൻഡറി മെമ്മറി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ CPU നേരിട്ട് കൈകാര്യം ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ എന്താണ്, ഇതിന് ഡേറ്റ വളരെ വേഗത്തിൽ അയക്കുന്നതിനും അതേപോലെ തന്നെ സ്വീകരിക്കുന്നതിനുമുള്ള കഴിവുണ്ട്. പ്രാഥമിക മെമ്മറികൾ ചെറിയ ശേഷിയുള്ളവയും അസ്ഥിരവുമായിട്ടുള്ളതാണ്. വോളറ്റൈൽ ആണ് പ്രാഥമിക മെമ്മറികൾ എന്ന് പറയുന്നത്. ഓക്കെ, 3 തരം പ്രാഥമിക മെമ്മറികളാണ് നമുക്ക് നിലവിലുള്ളത്. ഒന്നാണ് റാം, റോം, ക്യാഷി മെമ്മറി. ഈ മൂന്നും എപ്പോഴും PSCക്ക് എന്താണ് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അതായത് റാൻഡം ആക്സസ് മെമ്മറി എന്നറിയപ്പെടുന്ന റോബർട്ട് ഡെന്നാർഡ് കണ്ടുപിടിച്ച മൈക്രോ പ്രോസസ്സറിന് ഡാറ്റ സംഭരിക്കാനും തിരിച്ചയക്കാനും സാധിക്കുന്ന തരം മെമ്മറിയാണ് എന്തെന്ന് പറയുന്നത്, റാം എന്ന് പറയുന്നത്. റാം എന്ന് പറയുന്നത് ഒരു അസ്ഥിര മെമ്മറിയാണ്. അതായത് വൈദ്യുത ബന്ധം നിൽക്കുമ്പോൾ റാമിനുള്ളിൽ എന്തുണ്ട്, എല്ലാം അടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ വൈദ്യുത ബന്ധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിവരങ്ങൾ പകർത്തുന്ന പ്രക്രിയയാണ്. അതോടുകൂടി എന്ത് ചെയ്യും, നമ്മുടെ റാമിൽ നിന്നുള്ള വിവരങ്ങൾ പോകുന്നതായിരിക്കും. ഓക്കെ, ഇനി എന്താണ് റീഡ് ഓൺലി മെമ്മറി? റോം എന്ന് പറഞ്ഞാൽ, റോം എന്നത് സ്ഥിരമായ മെമ്മറിയാണ്. ഇതിൽ നിന്ന് ഡാറ്റ വീണ്ടെടുക്കാൻ മാത്രമേ കഴിയൂ. ഇതിലെ ഉള്ളടക്കം എന്ന് പറയുന്ന എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കില്ല. വൈദ്യുത ബന്ധം നിലച്ചാലും എന്ത് ചെയ്യത്തില്ല, ഇതിലുള്ള കാര്യങ്ങളൊന്നും മാഞ്ഞു പോകാതെ എന്ത് ചെയ്യും, നിലനിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്, റോം എന്ന് പറയുന്നത്. റോമിനെ ഇപ്പൊ പറയുന്നത് പ്രോം എന്നാണ് കേട്ടോ, പരിഷ്കരിച്ച രൂപം. പ്രോഗ്രാമിൽ റീഡിംഗ് ഓൺലി മെമ്മറി എന്നാണ് പ്രോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാഷി മെമ്മറി എന്താണെന്ന് ചോദിച്ചാൽ പ്രൊസസ്സറിന്റെയും അതേപോലെ തന്നെ റാമിന്റെയും ഇടയ്ക്കുള്ള ചെറുതും വേഗത്തേതുമായുള്ള മെമ്മറിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ക്യാഷി മെമ്മറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് മൂന്നും ഒന്ന് ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്.
എന്താണ് റാം എന്നുള്ളത്, എന്താണ് റോം എന്നുള്ളത്, എന്താണ് ക്യാഷ് മെമ്മറി എന്നുള്ളത്. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത PYQ സെക്ഷനിൽ അത് കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാസ് കൂടി ചെയ്യാം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ അവസാനമായി ഭേദഗതി ചെയ്ത വർഷം എന്നാണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം എന്നാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ ഡി 2008 ഭേദഗതി അവസാനമായിട്ട് ചെയ്തത്. ഓക്കെ, കമ്പ്യൂട്ടറുകൾ, സെർവറുകൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ, ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റയും വിവരങ്ങളും എന്നിവയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്ന ഭാരത സർക്കാരിന്റെ നിയമത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റ് വിവരസാങ്കേതിക വിദ്യ ബില്ല് പാസ്സാക്കിയത് 2000 മെയ്യിലാണ് ഇത് പാസ്സാക്കിയത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ സൈബർ നിയമം എന്നാണ് പാസ്സാക്കിയത്? 2000 ജൂൺ 9 ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17. IT ആക്ട് നിലവിൽ വരുമ്പോൾ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ 13 ചാപ്റ്റേഴ്സ്, 94 ഭാഗം. പട്ടിക എന്ന് പറയുന്നത് 4 എണ്ണമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യയിൽ സൈബർ നിയമം ഭേദഗതി ചെയ്തു എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 2008 ഭേദഗതി ചെയ്തത്. 2008 ഡിസംബർ 23 സൈബർ നിയമം ഭേദഗതി ചെയ്തത്. നിലവിൽ വന്നത് 2009 ഒക്ടോബർ 27. ഭേദഗതി വരുത്തിയതിനു ശേഷം ചാപ്റ്ററുകൾ 14 ഭാഗങ്ങൾ 124 പട്ടികയാണെങ്കിൽ 2 ഇന്ത്യയിൽ സൈബർ സുരക്ഷ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CERT IN എന്ന് പറയുന്നത്. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. IT നിയമം 2000 പ്രധാന സെഷനുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. കാരണം വീണ്ടും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, വീഡിയോൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒത്തിരി കൂടുതലായി പോകും. പിന്നെ നിങ്ങളത് എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ വെച്ച് നിർത്തുന്നത്. ഓക്കെ, 63ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് നമുക്കറിയാം. ഇന്ന് ഇന്റർനെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് ഒപ്റ്റിക്കൽ ഫൈബർ ആണോ അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ OFC ആണ് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് ഒരു കണക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണോ എന്നുള്ളതാണ്, OFC ആണെന്നുള്ളതാണ്. ഓക്കെ, ഇനി കൂടിയ ബാൻഡ് വിഡ്ത്ത്, കൂടിയ ചിലവ്, കൂടിയ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ്, നൺ ഓഫ് ദീസ്. ഏതാണ് താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. എന്ത്? കൂടിയ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് എന്നതാണ് എന്ത്, ഇതിൻ്റെ അകത്ത് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. എന്താണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്ന് പറയുന്നത്? ഡാറ്റയെ പ്രകാശകണികാ രൂപത്തിൽ ഒരു നീളം കൂടിയ കനം കുറഞ്ഞ ഗ്ലാസ് ട്യൂബിലൂടെ കടത്തിവിടുന്നവയാണ് ഒപ്റ്റിക്കൽ ഫൈബറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് എങ്ങനെയാ? പ്രകാശകണികാ രൂപത്തിലാണ് ഒരു നീളം കൂടിയ കനം കുറഞ്ഞ ഗ്ലാസ് ട്യൂബിലൂടെ. അതാണ് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രകാശത്തിന്റെ വേഗതയിൽ ഡാറ്റയെ വളരെ ദൂരത്തേക്ക് സംപ്രേഷണം ചെയ്യുന്നു ഒപ്റ്റിക്കൽ ഫൈബറുകൾ. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ മധ്യഭാഗത്തു കൂടി പ്രകാശം കടന്നു പോകുന്ന കനം കുറഞ്ഞ ഗ്ലാസിന്റെ കുഴൽ അറിയപ്പെടുന്നതാണ് കോർ എന്ന് പറയുന്നത്. കോർ ഭാഗത്തെ പൊതിഞ്ഞുകൊണ്ട് പ്രകാശത്തെ കോറിനുള്ളിൽ പ്രതിഫലിപ്പിക്കുന്ന പുറം ഭാഗമാണ് ക്ലാഡിംഗ് എന്ന് പറയുന്നത്. ഈർപ്പത്തിൽ നിന്നും തകരാറിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ടുള്ള കേബിളിന്റെ പ്ലാസ്റ്റിക് ഭാഗം കോട്ടിംഗ് ആണ്. 100 കണക്കിനോ 1000 കണക്കിനോ അതേപോലെ തന്നെ എന്താണ് ഒപ്റ്റിക്കൽ ഫൈബറുകൾ കേബിളുകളെ പൊതിഞ്ഞിരിക്കുന്ന കവചമാണ് ജാക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഉയർന്ന ബാൻഡ് വിഡ്ത്തിൽ ശബ്ദവും വീഡിയോയും ഡാറ്റയും കൈമാറുന്നു. അതായത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് ഡാറ്റയെ ദീർഘദൂരത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്ന കഴിവ് ഒപ്റ്റിക്കൽ ഫൈബറുകൾക്കുണ്ട്. കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും ചെലവേറിയതും കാര്യക്ഷമതുമായ മാധ്യമമാണ് ഒപ്റ്റിക്കൽ ഫൈബർ. പരിപാലനവും സ്ഥാപിക്കലും പ്രയാസകരവും അതേപോലെ തന്നെ സങ്കീർണവുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് പറയുന്നത്. ഒന്ന് ഓടിച്ചൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് കേട്ട് വച്ചോ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒപ്റ്റിക്കൽ ഫൈബറുകൾ, കാരണം നിലവിൽ ചോദിച്ച ചോദ്യമാണ് ഒപ്റ്റിക്കൽ ഫൈബറിനെ കുറിച്ച്. ഓക്കെ, ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? ഏതാണ്? ഏതാണെന്ന് നോക്കിയേ. അപ്പൊ ഞാൻ നേരെ ആൻസറിലേക്ക് പോകാം. വെറുതെ നമ്മൾ എന്ത് ചെയ്യണ്ട, അതിനെക്കുറിച്ച് പറഞ്ഞ് സമയം കളയണ്ട. ബി ആണ്. ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളെയും പരിശോധനയ്ക്കുള്ള അവകാശം. അപ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? ഓക്കെ, ഏതാണ്? ഫയലുകൾ,
രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. ഓക്കെ, അഴിമതി എന്താണ് നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും രൂപീകരിക്കപ്പെട്ട നിയമമാണ് എന്തെന്ന് പറയുന്നത്? വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഒരു പൊതു അധികാരിയുടെ അഥവാ പൊതുസ്ഥാപനത്തിന്റെ കൈവശമുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ പ്രമാണങ്ങളും രേഖകളും പരിശോധിക്കുക, അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കുക, അതേപോലെ കുറിപ്പെടുക്കുക, ഇതൊക്കെയാണ്. ഓക്കെ, വിവരങ്ങൾ നിരസിക്കാനുള്ള മറ്റു ചില കാരണങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ വിവരാവകാശ നിയമത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് 65-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 65-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത്? പോക്സോ നിയമത്തിന് എത്ര വകുപ്പുകളാണുള്ളത്? 46 വകുപ്പുകളാണ് നിലവിലുള്ളത്. 46-ാമത്തെ വകുപ്പ്. ഓക്കെ, 46 വകുപ്പുകളാണ് ഏതിനുള്ളത്? ഈ പറയുന്ന നമ്മുടെ പോക്സോ നിയമത്തിനുള്ളത് 46 വകുപ്പുകളാണ്. ഓക്കെ, അപ്പോൾ അധ്യായം, അതേപോലെ തന്നെ പ്രതിപാദിക്കുന്ന വിഷയം, സെക്ഷനുകൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം? അതായത് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, കാരണം പോക്സോനെ കുറിച്ച് നമ്മളൊരു ക്ലാസ് ചെയ്തേക്കണതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാൽ മതി, ബാക്കി ഞാൻ സെറ്റ് ചെയ്തോളാം. 66-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങളാണ് 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് 67-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ് എന്നുള്ളതാണ്. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? 1989-ലാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമമാണ് ഇത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം ലോകസഭ പാസാക്കിയത് 1989 ഓഗസ്റ്റ് 16 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം രാജ്യസഭ പാസാക്കിയതാണെങ്കിൽ 1989 ഓഗസ്റ്റ് 18. ഈ നിയമം പ്രാബല്യത്തിൽ വന്ന 1990 ജനുവരി 30. ഓക്കെ, ഇനി ഈ നിയമം പാസ്സാക്കുന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു രാജീവ് ഗാന്ധി. അതേപോലെ തന്നെ പ്രധാനമന്ത്രി ഈ നിയമം നിലവിൽ വന്നപ്പോൾ VP സിംഗുമാണ്. ഓക്കെ, ഈ നിയമത്തിലെ അധ്യായങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യായങ്ങൾ 1, 2, 3, 4, അതേപോലെ 4A, 5 എന്നിവയാണ് നിയമത്തിലെ അധ്യായങ്ങൾ എന്ന് പറയുന്നത്. 2015 ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത് 4A എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്തത്. ഈ നിയമത്തിലെ 3 സെക്ഷനുകളിൽ നിഷ്കർഷിക്കുന്ന കുറ്റങ്ങളാണ് സാമ്പത്തിക ബഹിഷ്കരണം, അതേപോലെ തന്നെ സാമ്പത്തിക ബഹിഷ്കരണം, അതേപോലെ ഇര, വിക്ടിം അല്ലെങ്കിൽ സാക്ഷി, വിറ്റ്നസ്. ഓക്കെ, അപ്പോൾ ഇത് ഒക്കെയാണ് അതിൻ്റെ അകത്ത് നിലവിൽ വരുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നാലും എന്ത് ചെയ്യുക, ഈ ഇയർ എങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തത് 68-ാമത്തെ ചോദ്യമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത്? ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത് ഏതാണ്? നമുക്ക് അപ്പം തന്നെ ഉത്തരത്തിലേക്ക് എത്താം. ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോകസഭ പാസാക്കിയത് 19 ജൂലൈ 30, രാജ്യസഭയാണെങ്കിൽ 19 ഓഗസ്റ്റ് 6, രാഷ്ട്രപതി 2019 ഓഗസ്റ്റ് 9, നിലവിൽ വന്നത് 2020 ജൂലൈ 20 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2020 ജൂലൈ 20. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. 69-ാമത്തെ ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാന്നുള്ളത്. അപ്പോൾ നിലവിലെ ചെയർമാൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഉത്തരപ്രകാരം ഓപ്ഷൻ B ആണ്, ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. അപ്പോൾ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാതെ ആദ്യ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ വ്യക്തിയാണ് ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര എന്ന് പറയുന്നത്. ഓക്കെ,
മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ജെയിന്, വിജയ് ഭാരതി, സൈനിയാണ്. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാൻ, അതും PSCക്ക് ഇഷ്ടമാണ്, ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ മലയാളി ആരാന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ BV എന്ന് പറയുന്നത്. 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്ന മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രകാരം കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എപ്പോഴും PSC ചോദിക്കാറുണ്ടായിരുന്നു മാനവ് അധികാർ ഭവൻ. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ്. ഇപ്പോഴത്തെയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് ആര് തന്നെയാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീ BS മാവോജി ആണ്. ശ്രീ BS മാവോജി. ആരാണ്? ശ്രീ BS മാവോജി. ഓക്കെ, ഓപ്ഷൻ C ആണ് ശ്രീ BS മാവോജി. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെയും ആര് തന്നെയാണ്? ശ്രീ BS മാവോജി തന്നെയാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2007 കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിലെ ചെയർമാനാണ് BS മാവോജി. കേരളത്തിലെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങൾ 3 പേരാണ്. ചെയർമാനും 2 അംഗങ്ങളുമാണ്. നിലവിലെ അംഗങ്ങൾ ഡോക്ടർ അഡ്വക്കേറ്റ് സിജ PJS, അജയ് കുമാർ എന്നിവരും അതേപോലെ തന്നെ BS മാവോജി. അങ്ങനെ 3 പേരാണ് ഉള്ളത്. അതേപോലെ തന്നെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ കാലാവധി എന്നറിയപ്പെടുന്നത് 3 വർഷമാണ്. അപ്പോൾ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവനാണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. കുറച്ച് സ്പീഡിൽ ആണ് നമ്മൾ പറഞ്ഞു പോയത്. മാക്സിമം പോയിന്റുകളിലൂടെ നമ്മൾ എന്ത് പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കിടിലമായിട്ട് തന്നെ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു കുറച്ച് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, PSC എക്സാമുകളിൽ ചോദിച്ച സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഏകദേശം മോഡൽ ഉൾപ്പെടെയുള്ള 400ഓളം ചോദ്യങ്ങൾ PSC ബുള്ളറ്റിനിൽ ഉൾപ്പെടുന്നതായിരിക്കും നമ്മൾ അടുത്ത ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനിയും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന്റെ നോട്ട്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നോട്ട് ഇടുന്നില്ല. ബാക്കി ക്ലാസ്സുകളുടെ ഹോട്ട് ടോപ്പിക്സുകളുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ സെപ്പറേറ്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ ഇടുന്നുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പം തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.